സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ദേവിക എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി അരുന്ധതിയോടും ഋഷിയോടും അപേക്ഷിക്കുന്ന സമയത്ത് അരുന്ധതിയാണെങ്കിൽ ഋഷിക്ക് വാണിംഗ് കൊടുക്കുന്നുണ്ട്. അതായത് നീ ചെയ്തത് തെറ്റാണ്, എത്രയും പെട്ടെന്ന് പ്രഭാവതിയെ വിട്ടയക്കണമെന്ന്. അന്നേരമാണെങ്കിൽ ഋഷിയുടെ കൂട്ടുകാരൻ ഒരു ജീപ്പുമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ആ കൂട്ടുകാരനോടൊപ്പം പോകാൻ നേരത്ത് അരുന്ധതി ചോദിക്കുന്നു, ഋഷി നീ പ്രഭാവതിയെ വിട്ടയക്കാനല്ലേ പറയുന്നത്, നീ എന്താ മറുപടി പറയാതെ പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം ഋഷി പറയുന്നു, അമ്മ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഞാൻ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു പോകുമ്പം ഋഷി വ്യക്തമായി ഒന്നും പറഞ്ഞില്ലല്ലോ. അമ്മയെ വിട്ടയക്കണമെന്ന് മേഡം ഒന്ന് പറയുമ്പം അരുന്ധതി പറയുന്നു, ഋഷി ഉറപ്പായിട്ടും പ്രഭാവതിയെ വെറുതെ വിട്ടിരിക്കും, ഞാൻ പറയുന്ന വാക്കാണ്, എന്തായാലും ഋഷി പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ഞാൻ പോകുവാണ്. ഇനി അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി മേഡവും മോനും ആയിരിക്കും, മറക്കണ്ട എന്ന് പറഞ്ഞ് ദേവിക പൊട്ടിത്തെറിച്ച് പോകുമ്പോഴത്തേക്കും ഋഷി ഇങ്ങനെയൊക്കെ ചെയ്തോ എന്നുള്ളൊരു ഷോക്കിനാണ് നമ്മുടെ അരുന്ധതി നിൽക്കുന്നത്. രാത്രി പ്രഭാവതിയെ റോഡിലൂടെ ഓടിച്ച് വണ്ടി ഇടിപ്പിച്ച് കൊല്ലാമെന്നായിരുന്നു ഋഷിയുടെ പ്ലാനിങ്. എന്നാൽ ഋഷി വരുന്നതിന് മുമ്പ് തന്നെ കൂട്ടുകാർക്ക് കലി സഹിക്കാൻ വയ്യാതെ പ്രഭാവതിയെ കൊല്ലാമെന്ന് തീരുമാനിച്ച് കത്തിയെടുത്ത് പ്രഭാവതിയുടെ നേർക്ക് വീശുന്ന ആ സമയത്താണ് ഋഷി അങ്ങോട്ടേക്ക് വരുന്നത്. നീ എന്താ ഈ കാണിക്കുന്നത്, പ്രഭാവതിയെ കൊല്ലാനുള്ള അവകാശം എനിക്ക് മാത്രമേ ഉള്ളൂ, അത് നീ തട്ടിപ്പറിച്ചെടുക്കുവാണോ? അല്ല, എനിക്കാണെങ്കിൽ ഇവരോടുള്ള ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ പറയുമ്പം കത്തി മേടിച്ച് പ്രഭാവതിയെ കൊല്ലാൻ ഒരുങ്ങുന്നുണ്ട് നമ്മുടെ ഋഷി. അപ്പോൾ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് അപേക്ഷിക്കുന്നു പ്രഭയും. ഇപ്പം എൻ്റെ വയറ്റിലേക്ക് കത്തി ആഞ്ഞു വീശും എന്നുള്ളൊരു പേടിയിൽ കണ്ണടച്ച് നിൽക്കുന്ന പ്രഭാവതിയുടെ നേർക്ക് കത്തി ചെല്ലുന്നില്ല. കുറച്ച് നേരമായിട്ടും തനിക്ക് മുറിവ് പറ്റിയില്ല എന്ന് മനസ്സിലാക്കി പ്രഭാവതി കണ്ണു തുറന്ന് നോക്കുമ്പം ഋഷി പറയുന്നു, എത്രയും പെട്ടെന്ന് എൻ്റെ കൺമുന്നിൽ നിന്ന് പൊക്കോ, എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാൾ നിന്നെ വിട്ടയക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേര് മാത്രം ഞാൻ വിട്ടയക്കുക. വിശ്വസിക്കാൻ പറ്റാതെ പ്രഭാവതി എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ചന്ദ്രോത്ത് വരുമ്പോഴത്തേക്കും ദേവികയാണെങ്കിൽ നടന്ന കാര്യങ്ങളൊന്നും വീട്ടിലെ ആരോടും തന്നെ പറഞ്ഞിട്ടില്ലായിരുന്നു. രജനിയാണ് ആദ്യമായിട്ട് പ്രഭാവതി കാണുന്നത്, പൊട്ടിക്കരയുന്നു. അതിനുശേഷം നന്ദനെ വിളിച്ചു വരുത്തി അവർ രണ്ടാളും ചോദിക്കുന്നു, എന്താ കാര്യം, അമ്മ ആരാ തട്ടിക്കൊണ്ടുപോയത്, അച്ഛൻ്റെ പാർട്ടിക്കാരാണോ എന്നൊക്കെ ചോദിക്കുമ്പം അമ്മ പറയുന്നുണ്ട്, അച്ഛൻ്റെ പാർട്ടിക്കാരുമല്ല അച്ഛനുമല്ല, നമ്മുടെ കുടുംബം തകർക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു ശത്രുവാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി, അതിനപ്പുറം എനിക്കൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല. ആ സമയം ഗിരീഷും വരുന്നുണ്ട്. ഗിരീഷും ചോദിക്കുമ്പോൾ ഇത് തന്നെ പറയുന്നു പ്രഭാവതി. പാർട്ടി ഓഫീസിൽ പ്രഭാവതിയെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാനായി DGPക്ക് കംപ്ലൈൻറ്റ് കൊടുക്കുന്ന കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കവെയാണ് നമ്മുടെ ദേവിക സിദ്ധുവിനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നത്. എന്താ കാര്യമൊന്നും കാണാൻ അമ്മ പറഞ്ഞു മോളെ എന്ന് നോക്കുമ്പോൾ ഇല്ല, എത്രയും പെട്ടെന്ന് ഞാൻ അങ്ങോട്ടേക്ക് വരാം, എനിക്ക് പ്രഭയെ കാണണമെന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് സിദ്ധു വന്ന് സിദ്ധു ഇതേ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നു. അതേ മറുപടി തന്നെ പറയുമ്പോൾ സിദ്ധുവിനാണെങ്കിൽ കലി സഹിക്കാൻ പറ്റുന്നില്ല. ഇനി അധികം താമസിക്കാതെ ഞാൻ എന്തായാലും കുഴിയിലേക്ക് പോകുമെന്നാണ് തോന്നുന്നത്. ഒരു മനുഷ്യന് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറം പ്രഷറാണ് ഞാൻ അനുഭവിക്കുന്നത്. മക്കൾ പോലും എന്നെ വിശ്വസിക്കാത്ത ഘട്ടമാണ്. രജനി, നിനക്കിപ്പോൾ ഒന്നും ചോദിക്കാനില്ല എന്ന് ചോദിക്കുമ്പോൾ രജനി സത്യം പറഞ്ഞാൽ വിഷമത്തിലാണ്, അച്ഛനെ തെറ്റിദ്ധരിച്ചു പോയല്ലോ എന്നുള്ള പേര് എനിക്ക് അപ്പോഴത്തെ വിഷമത്തിന് പറഞ്ഞു പോയതാ, അങ്ങനെ നിനക്ക് സംശയം തോന്നിയെങ്കിൽ അതിനർത്ഥം ഈ അച്ഛനൊരു പരാജയമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സിദ്ധു ശരിക്കും അങ്ങ് പൊട്ടിത്തെറിക്കുന്നു. ഇപ്പം അധികം ഒന്നും സംസാരിക്കാൻ സമയമില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് നോമിനേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞ് ഗിരീഷിനെ കൊണ്ട് ആ അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്യിച്ച് പെട്ടെന്ന് തന്നെ നോമിനേഷൻ കൊടുക്കാനായിട്ട് പ്രഭാവതി അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ നോമിനേഷനൊക്കെ വിജയകരമായി കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ പാർട്ടി പ്രസിഡന്റ് പ്രഭാവതിയോട് ചോദിക്കുന്നു, മേഡത്തെ കാണാതായതിൻ്റെ പിന്നിൽ VDF പാർട്ടിയിലെ ആരെങ്കിലും ആണോ, സത്യം തുറന്നു പറ, മേഡത്തിൻ്റെ ഹസ്ബൻഡ് പ്രതിയാകുമെന്ന് വിചാരിച്ചാണോ സത്യം തുറന്നു പറയാതിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പം നമ്മുടെ പ്രഭാവതി പറയുന്നു, എൻ്റെ വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ കാരണമാണ് നോമിനേഷൻ കൊടുക്കാൻ വരാൻ പറ്റാതെ ആയിപ്പോയത്. എൻ്റെ തിരോധാനത്തിന് പിന്നിൽ സിദ്ധുവോ എൻ്റെ വീട്ടിലാരുമോ VDF പാർട്ടി പ്രവർത്തകരോ ഇല്ല, അത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. മറ്റു കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറയുമ്പം അദ്ദേഹം പറയുന്നുണ്ട്, ദേവികയുടെ ഇലക്ഷൻ പ്രചരണം ഒന്ന് മന്ദീഭവിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്താമോ? പാർട്ടി എന്നെ വിശ്വസിച്ച് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിനപ്പുറം കൂറ് മറ്റാരോടും ഇല്ലെന്ന് ഈ സമയത്ത് ഞാൻ തുറന്നു പറയുകയാണെന്നും ഇലക്ഷൻ വിജയം മാത്രമാണ് എൻ്റെ മുമ്പിലെ ഏറ്റവും വലിയ ലക്ഷ്യം. ചന്ദ്രോത്ത് വീട്ടിൽ തന്നെ നിന്ന് എനിക്ക് മത്സരിക്കണം, ഒരു വൻ വിജയത്തോടെ ജയിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് നല്ല വിശ്വാസം ഉണ്ടെന്ന് പറയുമ്പം പ്രഭാവതിയുടെ ഈ ആത്മവിശ്വാസമാണ് KDF പാർട്ടി പ്രവർത്തക എന്ന നിലയ്ക്ക് വേണ്ടുന്നത്. ഞങ്ങൾക്ക് എന്തായാലും സന്തോഷമായി, ഞങ്ങളുടെ സ്ഥാനാർത്ഥി അത്ര നിസ്സാരക്കാരിയല്ലെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം, മേഡം വിജയിക്കുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കൈ കൊടുക്കുന്നുണ്ട്. ഗിരീഷിനെ തന്നെ ഇലക്ഷൻ കൺവീനറായിട്ട് മേഡത്തിന് നിയമിച്ച് തന്നത് ഇലക്ഷൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടും എതിർ സ്ഥാനാർത്ഥിയും ഒരു വീട്ടിലുള്ള ആളായതുകൊണ്ട് തന്നെ കണ്ടറിഞ്ഞ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുമാണ്.
പാർട്ടിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് ഗിരീഷ് പറയുന്നു, തീർച്ചയായിട്ടും പ്രഭാവതി മേഡത്തിൻ്റെ വിജയത്തിന് വേണ്ടി എന്നാലാവുന്ന എല്ലാ പരിശ്രമങ്ങളും ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ വാക്ക് കൊടുക്കുന്നു. അതേസമയം സിദ്ധു ആണെങ്കിൽ ആകെ തകർന്നിരിക്കുവാണ്. അമ്മായിയമ്മ മരുമകൾ വാക്ക് തർക്കവും രണ്ട് പാർട്ടിയിൽ നിന്നുകൊണ്ട് രണ്ട് ചേരിയായിട്ട് മത്സരിക്കുമ്പോഴുള്ള ആ ഒരു ഡിപ്രഷനൊക്കെ സിദ്ധുവിനെ വല്ലാതെ വേട്ടയാടുന്നു. തനിക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു പങ്കാളി തന്നെയായിരുന്നു പ്രഭാവതിയാണ് എന്ത് പ്രശ്നത്തിനും നല്ലൊരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കുന്നത്. ഇപ്പം തൻ്റെ മനസ്സ് തകർന്നു നിൽക്കുന്ന ഈ സമയത്ത് തൻ്റെ വേദന തുറന്നു പറയാൻ പറ്റാത്ത വിഷമമാണ് സിദ്ധുവിനെ വേട്ടയാടുന്നത്. പ്രഭാവതിയുടെ തിരോധാനത്തിന് പിന്നിൽ താനാണെന്നുള്ള പാർട്ടി പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും എല്ലാവരുടെയും വേട്ടയാടലും കൂടി ആയപ്പോഴത്തേക്കും സിദ്ധു മനസ്സിൻ്റെ താളം തെറ്റിയെന്ന് തന്നെ പറയാം. പ്രഭാവതിയെ കാണാതായതിൻ്റെ പിന്നിലെ കാരണം തിരക്കി പാർട്ടി പ്രവർത്തകർ വിളിക്കുമ്പം ശരിക്കും ഉത്തരം മുട്ടുന്നുണ്ട് സിദ്ധുവിന്. അതും കൂടി ആയപ്പോഴത്തേക്കും ആകെ കലി പിടിച്ചിരിക്കുവാണ് പുള്ളിക്കാരൻ. അതേസമയം ദേവികയെ വിളിച്ച് പാർട്ടി പ്രസിഡന്റ് ഓരോ കാര്യങ്ങളും പറയുന്നു. അതായത് പ്രഭാവതി നോമിനേഷൻ കൊടുത്ത ഈ സാഹചര്യത്തിൽ നമ്മുടെ ഇലക്ഷൻ പ്രചരണം കൂടുതൽ ശക്തമാക്കണമെന്നും ഒരു വീട്ടിലുള്ള 2 സ്ഥാനാർത്ഥി ആയതുകൊണ്ട് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ലെന്നും പ്രഭാവതിയുടെ ഈ തിരോധാനത്തിന് പിന്നിലും പ്രഭാവതിക്ക് നേരെയുണ്ടായ ആക്രമണമെല്ലാം അവർ ചിലപ്പോൾ ഇലക്ഷൻ പ്രചരണത്തിന് ഒരായുധമായി കണ്ടേക്കാം. അത് മനസ്സിലാക്കി പ്രവർത്തിക്കണം എന്നൊക്കെ പറയുമ്പം ദേവിക പറയുന്നുണ്ട്, സാറ് വിഷമിക്കണ്ട, രാമപുരം നിയോജക മണ്ഡലത്തിലെ ഈ ഇലക്ഷനിൽ നമ്മൾ തന്നെ വിജയിക്കൂ, അതും വൻ ഭൂരിപക്ഷത്തോടെ എന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നുണ്ട്. ശേഷം തന്നെ പാർട്ടി പ്രസിഡന്റ് വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ പറയാനായിട്ട് സിദ്ധുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഈ വീട്ടിൽ ഇനി ഇലക്ഷനോ മത്സരമോ ഒന്നും പറയണ്ട, ഒന്നും വേണ്ട, ഇലക്ഷന് മത്സരിക്കേണ്ട എന്നൊക്കെ തറപ്പിച്ച് പറയുന്നുണ്ട് സിദ്ധു. ഒരല്പസമയം കഴിഞ്ഞിട്ട് പിന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അച്ചാന്ന് വിളിക്കുമ്പോഴത്തേക്കും സിദ്ധു ആകെ പൊട്ടിത്തെറിക്കുന്നു. നിർത്തടിയെന്ന് പറഞ്ഞ് സിദ്ധു ദേവികയുടെ മേൾക്ക് ചാടി കയറുന്നു. അതെല്ലാം നോക്കി നിൽക്കുന്നുണ്ട് നന്ദനും. ദേവികയോട് ഇങ്ങനെ ചൂടായൊന്നും സംസാരിച്ചിട്ടില്ല സിദ്ധു. അച്ഛൻ ഇതെന്ത് പറ്റി എന്നുള്ള വിഷമത്തിൽ പൊട്ടിക്കരയുന്നുണ്ട് നന്ദനും ദേവികയും. ഒരു വീട്ടിൽ നിന്ന് 2 സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഡിപ്രഷനായിരിക്കും സിദ്ധുവിനെ അലട്ടുന്നത്. ഇനി 2 സ്ഥാനാർത്ഥികൾ വേണ്ട, ദേവിക പിന്മാറാൻ പറയുമോ ഇല്ലയോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം.